ഋഷി, നീ ചെയ്തത് വലിയൊരു തെറ്റാ. പ്രഭാവതിയെ വിട്ടയക്കണം. ഞാൻ പോവാമേ. പറഞ്ഞതനുസരിക്കടാ. അമ്മ പറഞ്ഞൊന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? മാഡം, ഋഷി പോകുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യ. മാഡം, നീ പേടിക്കണ്ട. അവന്റെ കസ്റ്റഡിയിലാണ് പ്രഭാവതി എങ്കില് ഒരു പോറല് പോലും ഏൽക്കാതെ പ്രഭാവതി തിരിച്ചു വന്നിരിക്കും. ദേവിക, സത്യം പറഞ്ഞ ഈ സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആകെ ഒരു ഷോക്കില ഞാൻ നിൽക്കുന്നേ. മാഡം, ഋഷി പറഞ്ഞത് വിശ്വസിച്ച് ഞാനിപ്പോ പോവാം. അമ്മയെ വിട്ടയച്ചില്ലെങ്കിൽ പിന്നെ നടക്കുന്നതിനൊക്കെ മാഡവും ഋഷിയും മാത്രമായിരിക്കും ഉത്തരവാദികള്. നമുക്ക് ഋഷി വരുന്നവരൊന്നും കാത്തിരിക്കണ്ട, ഇപ്പൊ തന്നെ തീർത്തേക്കാം. എടാ, ഋഷിയോടൊന്ന് വിളിച്ചു ചോദിക്കണ്ടേ? രാത്രി തീർക്കാൻ പറഞ്ഞല്ലേ, ഇപ്പോഴങ്ങ് തീർത്തേക്കാം. ബാക്കിയൊക്കെ ഋഷിയുടെ അമ്മ അരുന്ധതി ആന്റി നോക്കിക്കോളും. ഋഷി വരുന്നതിന് മുമ്പ് കാര്യം അവസാനിപ്പിക്കാൻ പോവാ. നീ എന്തായി കാണിക്കുന്നേ? ഇവരെ കൊല്ലാനുള്ള അവകാശം എന്റെ തട്ടിയെടുക്കുവാണോ? അഹങ്കാരത്തിന്റെയൊക്കെ അവസാനമാവാൻ പോവാ. എന്റെ ലീനയോട് കാണിച്ചതിന്, എന്റെ ജീവിതം താർത്തേനൊക്കെ കൂടിയുള്ള പ്രതിഫലം ദാ ഇപ്പൊ തരാൻ പോവാ. ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നത് ഒന്ന് കണ്ണടച്ച് ഓർമ്മിക്ക്. ലീന നിങ്ങളെ കാത്തു നിൽക്കുക. പരലോകത്തും നിങ്ങൾക്ക് ഗതി കിട്ടില്ല. നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങുക. 5 4 ഋഷി, പ്ലീസ്. 3 പ്ലീസ്. 2 1 0. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു നിങ്ങളുടെ ജീവൻ എടുക്കരുതെന്ന്. അതുകൊണ്ട് മാത്രം നിങ്ങളെ വിട്ടയക്കാം. എടാ ഋഷി, ഇവര് പോയാലും നമ്മൾ ഇവരെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ദേവിക്കെതിരെ മത്സരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് തീർക്കും. എടാ, നീ പറഞ്ഞേക്കാൻ തന്നെ തീരുമാനിച്ചോ? അത്രയും വേണ്ടപ്പെട്ട ഒരാൾ ഇടപെട്ടു. ആ ആള് പറഞ്ഞാ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തൽക്കാലം പോട്ടെ. പക്ഷേ നമ്മുടെ നിരീക്ഷണ പരിധിയിൽ നിന്നും മാറിപ്പോവില്ല. കാണാതായതിനു പിന്നിൽ ആരാണെന്ന് അറിയിക്കാതിരിക്കുന്നതാണ് ആയുസ്സിന് നല്ലത്. ഒരു കള്ളക്കഥ പറഞ്ഞാൽ മതി. പോയിക്കോ.